എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നാട്ടിലാണുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത കഥകളിലൂടെയൊക്കെ കയറിയാലോ. ഒരുപാട് നാളായില്ലേ ഞങ്ങളെ കണ്ടിട്ടാണ്. ഞങ്ങളിവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞാൽ വളരെ പ്രാചീന കാലം തൊട്ട് ഭാരതീയർ കേൾക്കാൻ ആഗ്രഹിക്കുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള കഥകളാണ്. പക്ഷേ എന്ന് കേട്ടാലും നമുക്ക് ഒട്ടും മതിവരാത്ത കഥകളും കൂടിയാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. അത് ഏത് പ്രായക്കാർക്കും വളരെ ഇഷ്ടപ്പെടുന്ന കഥകളാണ്. കൊച്ചുകുട്ടി മുതൽ നമ്മളെപ്പോലെ പ്രായമായവരും നമ്മളെക്കാൾ പ്രായമായ ആൾക്കാർക്കും വളരെ ഇഷ്ടമുള്ള കഥകളാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് കഥയാണ്? അപ്പോൾ ഈ പ്രാചീന ഭാരതത്തിലെ വളരെ വിശേഷപ്പെട്ട ഒരു ചക്രവർത്തിയുടെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആരായിരിക്കും ആളും? അത് വിക്രമാദിത്യൻ ചക്രവർത്തി. അതെ, ഉജ്ജയിനി എന്ന നഗരം ഭരിച്ച് വാണ മഹാചക്രവർത്തിയായിട്ടുള്ള സാക്ഷാൽ വിക്രമാദിത്യ കഥകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പക്ഷേ ഈ വിക്രമാദിത്യ കഥകൾ നമ്മൾ തുടങ്ങുന്നത് വിക്രമാദിത്യനിലൂടെയല്ല, മറ്റൊരു ചക്രവർത്തിയുടെ കഥകളിലൂടെയാണ് നമ്മൾ ഈ കഥകൾ ശ്രവിക്കാൻ പോകുന്നത്. അപ്പം മറ്റൊരു ചക്രവർത്തി എന്നത് ആരാന്നറിയാമോ? വളരെ അത്ഭുത വിക്രമി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന മഹാശ്രേഷ്ഠനായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് അദ്ദേഹം മറ്റാരുമല്ല, അറിയാമോ? ഭോജരാജാവിലൂടെയാണ് നമ്മൾ വിക്രമാദിത്യ കഥകളിൽ കേൾക്കാൻ പോകുന്നത്. പക്ഷെ ആരാണ് ഈ ഭോജരാജാവ്? ആദ്യകാലത്ത് വിക്രമാദിത്യ കഥകൾ എഴുതിയിരുന്നത് സംസ്കൃതത്തിലായിരുന്നു. പിന്നീട് മറ്റെല്ലാ ഭാഷകളിലേക്കും അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വിക്രമാദിത്യ കഥകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഭോജരാജാവ് അല്ലെ, ആരാണ് ഭോജരാജാവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറെ ആൾക്കാരെ കുറിച്ച് പറയാനുണ്ട്. ആരാന്നറിയണ്ടേ? നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരാളാണ് വസിഷ്ഠ മഹർഷി അല്ലേ. വസിഷ്ഠ മഹർഷിയുടെ ഒപ്പം അല്ലെങ്കിൽ വസിഷ്ഠ മഹർഷിക്ക് വളരെ അത്ഭുത സിദ്ധിയുള്ള ഒരു ഗോമാതാവ് കൂടെ ഉണ്ടായിരുന്നു. ഗോമാതാവ് എന്ന് പറഞ്ഞാൽ പശു. ആ ഗോമാതാവിൻ്റെ പേരാണ് കാമധേനു. ഈ കാമധേനു ഭയങ്കര പ്രത്യേകതകളുണ്ട്. കേട്ടിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും ആ കാമധേനുവിൻ്റെ കഥകളെക്കുറിച്ച് അല്ലേ. കാമധേനുവിനോട് നമ്മൾ എന്താഗ്രഹിച്ച് പറഞ്ഞാലും അത് നമുക്ക് എത്തിച്ചേരും. ഇപ്പോൾ ആരെങ്കിലും വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിൽ വരികയാണ്, അപ്പോൾ ഒരുപാട് പേരുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കുമുള്ള ഭക്ഷണം കാമധേനുവിനോട് പറഞ്ഞാൽ മതി, പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ അവർ റെഡിയായിട്ടുണ്ടാവും. അപ്പോൾ അത്രയും അത്ഭുത സിദ്ധിയുള്ള ഒരു ഗോമാതാവായിരുന്നു നമ്മുടെ കാമധേനു. അതെ, അപ്പോൾ ഈ ഗോമാതാവിനെ ഒരിക്കലും നമ്മുടെ വസിഷ്ഠ മഹർഷിയുടെ അടുത്ത് നമ്മുടെ വിശ്വാമിത്രൻ നിന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഗോമാതാവ് അതായത് കാമധേനുവിനെ കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു എങ്ങനെയെങ്കിലും ഈ കാമധേനുവിനെ കൈക്കലാക്കണം. അങ്ങനെ അദ്ദേഹം ആ കാമധേനുവിനെ കൈക്കലാക്കി. അപ്പം ഈ വസിഷ്ഠ മഹർഷിക്ക് ഭയങ്കര സങ്കടമായില്ലേ. നമ്മുടെ ഒപ്പമുള്ള നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ വളർത്തുന്ന നമ്മുടെ പെറ്റ്സ്, നമ്മുടെ കൂടെ ഉണ്ടാകുന്ന പശുക്കിടാങ്ങളും അല്ലെങ്കിൽ അല്ലേ മൃഗങ്ങളെയൊക്കെ നമ്മൾ സ്നേഹത്തോടെ വളർത്തുമ്പം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സങ്കടമാവില്ലേ? തീർച്ചയായിട്ടും വസിഷ്ഠ മഹർഷിക്ക് അത് ഉൾക്കൊള്ളാനായില്ല. അപ്പോൾ വസിഷ്ഠ മഹർഷി വിചാരിച്ചു അതെന്തായാലും തിരിച്ച് ആ കാമധേനുവിനെ സ്വന്തം ആശ്രമത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വസിഷ്ഠ മഹർഷി ഒരു യാഗം നടത്തുകയാണ്. വിശ്വാമിത്രനെ ആൾക്കാരെ തോൽപ്പിക്കാനായിട്ട് അതിന് മാത്രമുള്ള ശക്തി ഒരു വസിഷ്ഠ മഹർഷിക്ക് ഉണ്ടാവുമോ? അപ്പോൾ വസിഷ്ഠ മഹർഷി എന്തെങ്കിലും പൂജയും യാഗത്തിലുമൊക്കെ അതിനുള്ള ശക്തി ആവിഷ്കരിച്ചിട്ട് അദ്ദേഹം അതിനുമായിട്ട് യുദ്ധം ചെയ്താലേ നമുക്ക് എന്ത് കിട്ടാൻ പറ്റുള്ളൂ? കാമധേനുവിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വസിഷ്ഠ മഹർഷി ഒരു യാഗം നടത്തി. ആ യാഗത്തിലൂടെ വളരെ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ വളരെ തേജസ്സുമുള്ള ഒരാൾ അതിൽ നിന്ന് ഉത്ഭവിക്കുകയാണ്. ഒരു പുരുഷൻ അതിൽ നിന്ന് ഉത്ഭവിക്കുകയാണ്, ഒരു മനുഷ്യൻ. അപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് വിശ്വാമിത്രനുമായിട്ട് ഏറ്റുമുട്ടി അദ്ദേഹത്തിൻ്റെ വസിഷ്ഠ മഹർഷിയുടെ കാമധേനുവിനെ തിരികെ വസിഷ്ഠ മഹർഷിക്ക് ഏൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ വസിഷ്ഠ മഹർഷി വളരെയധികം സന്തോഷിക്കുകയും ആ സന്തോഷത്തിൽ ഈ തേജസ്വിയായ ഈ മനുഷ്യന്, ഈ മാനവന് ഒരുപാട് ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകി. അതിലൊപ്പമുള്ള ഒരു അനുഗ്രഹം ഇതായിരുന്നു: അദ്ദേഹം ഭാവിയിലെ ഏറ്റവും കേൾവി കേട്ട നീണാൾ വാഴുന്ന ഒരു ചക്രവർത്തിയായി തീരും എന്നുള്ളതായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ചക്രവർത്തിയായിട്ട് വലിയൊരു എല്ലാ മനുഷ്യരും അല്ലെങ്കിൽ ഒരുപാട് മാനവർ പൂജിക്കുന്ന ആദരിക്കുന്ന ഒരു ചക്രവർത്തിയായിട്ട് നീണാൾ വാഴുമെന്ന് അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്തു. ആ ആളാണ് പിന്നീട് ഭോജരാജാവായി മനുഷ്യനായി ജനിക്കുകയും ആ മാനവനിലൂടെ
വിക്രമാദിത്യ കഥകൾ അല്ലെങ്കിൽ വിക്രമാദിത്യ ചരിത്രം വീണ്ടും ഉടലെടുക്കുകയാണ്. അപ്പം ആരാണ് ഭോജരാജാവെന്ന് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഭോജരാജാവിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മനുഷ്യനായിട്ട് അദ്ദേഹം ഒരു രാജകുടുംബത്തിൽ ജനിക്കുകയാണ്, ഭോജരാജാവായിട്ട്, ഭോജനായിട്ട്. ഓക്കെ, അപ്പോൾ ഭോജരാജകുമാരൻ്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഭോജരാജാവിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. അപ്പം നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ, അതായത് ഭോജരാജകുമാരൻ്റെ വലിയച്ഛനാണ് ഭോജരാജകുമാരനെ വളർത്തിയത്. ഈ മുഞ്ചൻ എന്ന് പറഞ്ഞ ആളാണ് മുഞ്ച മഹാരാജൻ. അദ്ദേഹമായിരുന്നു ഭോജരാജൻ്റെ വലിയച്ഛൻ. അപ്പം ഈ വലിയച്ഛന് 2 കുമാരന്മാരുണ്ടായിരുന്നു. അവരുടെ ഒപ്പമാണ് അവർ ഭോജരാജനെ വളർത്തി വലുതാക്കിയത്. അപ്പം ഈ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചൊരു പ്രായമൊക്കെ ആയി ഭോജരാജന്, അറിവും പക്വതയൊക്കെ ആയി. ആ സമയത്ത് മുഞ്ചരാജൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു ജ്യോത്സ്യൻ വരികയുണ്ടായി. അപ്പോൾ പഴയ ജ്യോത്സ്യന്മാരൊക്കെ വളരെ പ്രഗത്ഭന്മാരാണ്. പഴയതല്ല, ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള ആളുകൾ. അവർക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ അയാളുടെ ഭാവി എന്താണെന്നുള്ളത് അറിയാൻ പറ്റും. അപ്പം ഈ ഭോജരാജനെയും അതുപോലെ മുഞ്ചരാജനെയും അദ്ദേഹത്തിൻ്റെ മക്കളെയും ഒക്കെ ആര് കണ്ടു? ഈ ജ്യോത്സ്യൻ കണ്ടു. അപ്പോൾ ജ്യോത്സ്യൻ ആളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവരെത്രമാത്രം ശക്തരാണ്, തേജസ്വികളാണ്, അല്ലെങ്കിൽ അവരുടെ ഭാവി എന്താണെന്നുള്ളതൊക്കെ. അപ്പോൾ ഈ ഭോജരാജൻ പെട്ടെന്ന് കടന്നു വന്ന സമയത്ത് ജ്യോത്സ്യൻ വളരെയധികം സന്തോഷിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം പറയുണ്ടായി, ഇതാരാണ്? ഭോജരാജനാണല്ലേ. ഇദ്ദേഹത്തിൻ്റെ ആ തേജസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഇദ്ദേഹമാണ് ഭാവിയിലെ ചക്രവർത്തി എന്ന്. ഇത് കേട്ടതും മുഞ്ചരാജൻ്റെ മനസ്സൊന്ന് ഇടറി. കാരണം എന്താണെന്നറിയോ? എന്താ? ചെറിയൊരു അസൂയ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായി. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് 2 കുമാരന്മാരുണ്ട്. അപ്പോൾ അവരല്ലേ ഭാവിയിൽ രാജാവാകേണ്ടത്. അതുകൊണ്ട് പിന്നിങ്ങനെ അനിയൻ്റെ മകൻ ഭോജൻ ചക്രവർത്തിയായിട്ട് മാറുന്നത് എന്നൊരു സംശയം പെട്ടെന്ന് ഉടലെടുത്തു. പക്ഷെ അത് പുറത്തൊന്നും കാണിച്ചില്ല കേട്ടോ മുഞ്ചരാജൻ. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോത്സ്യന് പണക്കഴിയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വെച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഭോജരാജൻ ആകെ സങ്കടമായി. എന്താ ചെയ്യുക, മക്കൾ ഇരിക്കുമ്പോൾ ഭോജൻ എങ്ങനെയാണ് രാജകുമാരനാവുക? അതിന് സമ്മതിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെന്താ ഒരു വഴി? ഭോജരാജനെ നശിപ്പിച്ചു കളയാം. ചെയ്യാൻ പാടുണ്ടോ? സ്വന്തം അനുജൻ്റെ മകൻ ചക്രവർത്തി ആവുന്ന കേട്ടപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഇത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? മന്ത്രിയെ പെട്ടെന്ന് തന്നെ വിളിച്ചു വരുത്തി. അപ്പോൾ മന്ത്രിയോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ ജ്യോത്സ്യൻ പറഞ്ഞത്? മന്ത്രി പറഞ്ഞു, അതെ വളരെയധികം സന്തോഷം തോന്നുന്നൊരു നിമിഷമാണിത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മന്ത്രിയോട് പറഞ്ഞു, അതെ, ആരും അറിയാതെ നമ്മൾ ഈ ഭോജരാജകുമാരനെ താങ്കൾ കൊണ്ടുപോയി കൊല്ലണം, വധിക്കണം, നശിപ്പിച്ചു കളയണം. വളരെ 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 കഷ്ടമായിപ്പോയി. അപ്പം മന്ത്രി ഞെട്ടി. കാരണം എന്താ? മന്ത്രി കേട്ടതാണ് ജ്യോത്സ്യൻ പ്രവചിച്ച കാര്യങ്ങളൊക്കെ, അദ്ദേഹമാണ് ഭാവിയിലെ ചക്രവർത്തി എന്നുള്ളത്. പെട്ടെന്ന് ഈ രാജാവിന് എന്ത് പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് മന്ത്രി വിചാരിക്കുന്നുണ്ട്. മുഞ്ചരാജൻ പറഞ്ഞു, ഇനി നമ്മളത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എനിക്കുമുണ്ട് 2 കുമാരന്മാർ. അവരിൽ ആരെങ്കിലും ഒരാളാണ് ചക്രവർത്തി ആകേണ്ടത്, അല്ലാതെ ഭോജരാജകുമാരനല്ല. അതുകൊണ്ട് തന്നെ ഭോജരാജകുമാരനെ എത്രയും പെട്ടെന്ന് തന്നെ നശിപ്പിക്കണം. പക്ഷെ അവനത് അറിയാൻ പാടില്ല. മന്ത്രി ചോദിച്ചതിന് എന്താ വഴി, എന്താ മഹാരാജൻ പറയുന്നത്, ഞാൻ എങ്ങനെയാണ് ഭോജരാജ ഇനി എന്തിനാണ് കൊല്ലുന്നത്? അല്ലെങ്കിൽ ഭോജരാജാവായിരിക്കും അടുത്ത ചക്രവർത്തി, അല്ലെങ്കിൽ അടുത്ത രാജകുമാരൻ. അപ്പോൾ അതിന് സമ്മതിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ടാണ് മുഞ്ചരാജൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യവും അസൂയയും ഒക്കെ കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചു പോയത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം മന്ത്രിയെ വിളിച്ചു വരുത്തി ഇപ്രകാരമൊക്കെ സംസാരിച്ചതിന് ശേഷം മന്ത്രിയോട് പറഞ്ഞു, ഉടനെ തന്നെ ഭോജരാജകുമാരനെ കാടിനുള്ളിലുള്ള ഒരു കാളി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാളിദേവിക്ക് ബലി കൊടുക്കുക. വാൾ വെച്ച് അറുത്ത് കൊല്ലും. അപ്പം മന്ത്രി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മന്ത്രിക്കോ? ഒന്നും പറ്റില്ല. കാരണം രാജാവ് എന്താണോ പറയുന്നത് അതിനെ മാനിക്കുക, അതിനെ ആദരിക്കുക, അത് അനുസരിക്കുക എന്നുള്ളതാണ് ഒരു മന്ത്രിയുടെ ജോലി. അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിക്കാനായിട്ട്, പക്ഷെ അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ഭോജരാജകുമാരനെ അവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അത്രയും തേജസ്വി ആയിട്ടുള്ള ഒരു രാജകുമാരനാണ് ഈ ഭോജരാജൻ. അങ്ങനെ ഭോജരാജകുമാരനെ കൊണ്ട് നമ്മുടെ മന്ത്രി എവിടേക്ക് പോവുകയാണ്? കാളിക്ഷേത്രത്തിൽ ബലി കൊടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞ് കാളിക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ മന്ത്രി ഭോജരാജകുമാരനെ ഈ വിവരം അറിയിക്കുന്നത്. അതായത് മുഞ്ചരാജൻ എന്തിനാണോ താങ്കളെ ഭോജരാജകുമാരനുമായിട്ട് കൊട്ടാരത്തിലേക്ക് അയച്ചത്, അല്ല കാട്ടിലേക്ക് അയച്ചത്, കാളിക്ഷേത്രത്തിൽ വെച്ച് ബലി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അത് കേട്ടതും
ഭോജരാജാവും രാജകുമാരനും ഞെട്ടിപ്പോയി. കാരണം ആ വല്യച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ ഭോജരാജാവ് പറഞ്ഞു, ശരി, അതാണ് വല്യച്ഛൻ്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നത് വല്യച്ഛന് ഇഷ്ടമല്ലെങ്കിൽ, അല്ലെങ്കിൽ വല്യച്ഛൻ്റെ മക്കൾക്ക് ആ പദവി ഞാൻ കാരണം നഷ്ടപ്പെടുകയാണെങ്കിലോ? വേണ്ട. അതുകൊണ്ട് മന്ത്രി അങ്ങ് രാജാവ് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചാലും. അങ്ങനെ മന്ത്രി രാജാവ് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിക്കുമോ? നമുക്ക് കേട്ടറിയാം. അടുത്ത കഥയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി കഥ കേൾക്കാൻ എല്ലാവരും കാത്തിരിക്കും. മന്ത്രി രാജാവ് പറഞ്ഞതുപോലെ കാളീക്ഷേത്രത്തിൽ നമ്മുടെ ഭോജരാജകുമാരനെ കൊണ്ടുപോയി വിധിക്കാൻ പോകുകയാണോ, അതോ തിരിച്ച് കൊട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടുവരുമോ? എല്ലാവരും കാത്തിരിക്കൂ. നന്ദി, നമസ്കാരം.